ശ്രീ സിദ്ദിഖ് ചൂരൽമലയിൽ ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയ ആളാണ് ശ്രീ സിദ്ദിഖ്. അന്ന് കണ്ട കാഴ്ചകൾ പറയും. മൈക്കിൽ പറഞ്ഞോളൂ. ഒരു ചെറുപ്പകാലം മുതൽ ജീവിച്ച് വളർന്ന ആളാണ് ഞാൻ. ആ പ്രദേശത്ത് സഫാദിൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ്, അതായത് ഈ പൊട്ടിയ മലിൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കണം. നേരത്തോടെ വന്ന് സംസാരിച്ചില്ലേ ഷെഫാവിൻ്റെ ഉമ്മ, അവരൊക്കെ എൻ്റെ അയൽവാസിയൊക്കെ ആയിരുന്നു ആദ്യം. അവരിങ്ങോട്ട് താഴേക്കും മാറിയെന്ന്, അവരൊക്കെ ആ മലൻ്റെ മേലെ ജോലിക്ക് പോയിരുന്ന ആളുകളാണ്. 3 മണിയാകുമ്പോൾ എൻ്റെ കൂട്ടുകാരന് ഈ പൊട്ടിയ സമയത്ത് തന്നെ വിളിച്ചു, എൻ്റെ കൂടെ പഠിച്ച റഷീദ് എന്നാണ് അവൻ്റെ പേര്. അവൻ എന്നെ വിളിച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടികൾ എന്നെ രക്ഷിക്കണം, എങ്ങനെയെങ്കിലും നിങ്ങൾ ഇവിടെ എത്തണം, രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി നോക്കുമ്പോൾ പോയതിനെ അങ്ങോട്ട് കടക്കാനൊന്നും കഴിയില്ല. ഞങ്ങൾ 8 എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതിലേക്ക് കയറിപ്പോയിട്ട് അവരൊക്കെ എടുത്ത് കൊണ്ട് മൊത്തം അവിടെ കോളനീൻ്റെ മേലെ ജീപ്പ് കയറ്റിയിട്ട് അതിലേക്കാണ് ഞങ്ങൾ ആളുകളൊക്കെ എത്തിച്ചിട്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. അത് കഴിഞ്ഞ് പിന്നെ ഇവൻ്റെ മുണ്ടക്കായി ഒരു ഭാഗത്ത് ഏകദേശം ആളുകളൊക്കെ മരിച്ചു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അവിടെ നിന്ന് ആളുകൾ കരഞ്ഞ് ഞങ്ങൾ ഫോണിലൂടെ വിളിക്കുകയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഇടയിലൊന്ന് സിഗ്നൽ പോയി ഫോണിൻ്റെ, പിന്നെ വിളിച്ചിട്ട് അവരെ കിട്ടണമില്ല. അങ്ങനെ ആയിട്ട് ആളുകൾ ഒരുപാട് എന്താ പറയുക, കാണുന്ന ഒരു കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരവസ്ഥയാണ്. നമുക്ക് ഈ രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് നമ്മൾ ഈ ക്യാമ്പിലൊക്കെ പോയപ്പോൾ അവരൊക്കെ നമ്മളെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരവസ്ഥയാണ്. വല്ലാത്തൊരു മാനസിക അവസ്ഥയിലാണ് നമ്മൾ കടന്നു പോയത്. രക്ഷാപ്രവർത്തനത്തിന് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഒരുപാട് ആളുകൾ ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. പക്ഷെ ആർക്കും പുഴ കടന്ന് അപ്പുറം കടക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അന്ന് സഹായത്തിന് അഭ്യർത്ഥിച്ച സുഹൃത്തിനെ രക്ഷിക്കാൻ കഴിഞ്ഞോ കുടുംബത്തെ? സുഹൃത്ത് രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരെ ഓടി മേലോട്ട് കയറിയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. അതായത് അവരെ താമസിച്ചിരുന്ന പാടിൻ്റെ തൊട്ടപ്പുറത്ത് വന്ന് മരം തടഞ്ഞിട്ട് ആ പാടി ഒഴുകിയുള്ള ബാക്കിയുള്ള പാടികളൊക്കെ പോയി. അതുകൊണ്ട് ആ സുഹൃത്ത് മേലേക്ക് ഓടിയിട്ട് രക്ഷപ്പെട്ടുന്നു. തൊട്ടടുത്തുള്ള അയൽവാസികളൊക്കെ മരിച്ചിട്ടുണ്ട്. അവൻ്റെ കൂട്ടത്തിലുള്ള റഷീദ് എന്നാണ് അവൻ്റെ പേര്. അവനിപ്പോൾ ഇവിടെ ഉണ്ട്, ഞാൻ പോയി കണ്ടിരുന്നു അവനെ. അവൻ അരപ്പറ്റ ക്യാമ്പിലാണുള്ളത്. അപ്പോൾ കാണുന്നവർ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരവസ്ഥ. കാരണം ഞങ്ങൾ ചെറുപ്പകാലം മുതൽ, ഇപ്പോൾ സഫാദിനൊക്കെ അറിയാം, ഞങ്ങൾ ഇത്ര ചെറുപ്പം മുതൽ ജനിച്ച് വളർന്ന് കളിച്ച് വളർന്ന് ഞങ്ങൾ പഠിച്ച സ്കൂളാണത്. ഞങ്ങൾ സ്കൂളിന് പുറത്തുനിന്ന് പല ആളുകളും വന്നിട്ട് പറയലുണ്ട്, ഇത്ര ഗ്രാമഭംഗിയുള്ളൊരു സ്കൂള് കേരളത്തിലില്ല എന്ന് പറയലുണ്ട്. അത്ര പോലും ഭയങ്കര സുന്ദരമായൊരു സ്കൂളാണ്. ഇപ്പം അങ്ങോട്ട് കാണാൻ നോക്കാനും വയ്യ, കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്. ആ സ്കൂളിലെ 30-ലധികം കുഞ്ഞുങ്ങൾ മരിച്ചു. ആ സ്കൂളിനെ ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ്. എൻ്റെ മകനും അവരൊക്കെ ഇപ്പോൾ ലാസ്റ്റ് പഠിച്ചുകൊണ്ടിരുന്ന ആ സ്കൂളാണ്. അത് കാണുമ്പോൾ ഭയങ്കരമായ സങ്കടമാണ്. ഇന്നലെ പോയി ഞാൻ അവിടെ മേലൊക്കെ പോയി, അത് കണ്ടപ്പോൾ ഭയങ്കരമായി സങ്കടമായി. ഒരുപാട് കല്ലുകളും പാറക്കല്ലുകളും ഞാൻ പലപ്പോഴും ചിന്തിച്ച്, ഇത്രയും വെള്ളം എവിടെ നിന്നാണ് ഈ മലമെന്ന് വരുന്നതെന്ന് പോലും ചിന്തിച്ചു കഴിഞ്ഞു. പിന്നെ നസീർക്ക എന്ന് പറഞ്ഞ ഒരാൾ, ഞാൻ പറയാതിരിക്കാൻ കഴിയില്ല, എൻ്റെ ആത്മസുഹൃത്താണ്, പ്രായമുള്ള ആളാണ്. മൂപ്പര് ഭയങ്കരമായിട്ട് എന്താ പറയുക, എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. മൂപ്പരെ പോലും മരണം തട്ടിയെടുത്ത് എന്ന് പറയുമ്പോൾ അംഗീകരിക്കാൻ കഴിയില്ല. ഒരുപാട് ഇടയ്ക്ക് വിളിച്ചിട്ട് സുഹൃത്തേന്ന് വിളിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുക പോലും ചെയ്യുക. നമ്മളവിടെ തോട്ടത്തിലൊക്കെ വന്ന് അടക്കി ഇതൊക്കെ പാട്ടത്തിനെടുക്കുന്ന ഒരാളാണ്. മുണ്ടക്കായിലല്ല, മൂപ്പര് സ്കൂൾ റോഡിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് വിളിക്കും. അത് പെട്ടെന്ന് മൂപ്പരെ ഫോട്ടോ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. സമാധാനിക്കൂ എന്നല്ലാതെ ഒന്നും പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളാണ്.